നമ്മുടെ വീട്ടിലുള്ള ലക്കി ബാംബു പ്ലാന്റ് ആണ്. ഇതിൽ 2 ഷെയ്ഡുണ്ട്. ഒന്ന് ഗ്രീനും ഷെയ്ഡും, പിന്നെ ഒന്ന് നല്ല ഡാർക്ക് ഗ്രീൻ. നല്ല രസമാണ് കാണാൻ. എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഭയങ്കര ചെടി പ്രാന്തിയാണ്. എനിക്ക് ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. ഇത് പിന്നെ ചേമ്പിൻ്റെ ഇല പോലെ ഉണ്ട്, പക്ഷെ കാണാൻ നല്ല രസമാണ്. ഞാനത് വളർത്തുന്നുണ്ട്. എനിക്ക് ചെടി കണ്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ഇത് നമ്മൾ വലിയ ഹോട്ടലും റെസ്റ്റോറൻറ്റിലൊക്കെ വളർത്തുന്ന പ്ലാസ്റ്റിക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഒറിജിനലാണ്. ഇത് കല്ലുവാഴ ചെടി ഇൻഡോർ പ്ലാന്റ് ഔട്ട്ഡോറായിട്ടും വളർത്താം. ഇത് കാക്കപ്പൂ എന്ന് പറയുന്നത്. ഇത് പറമ്പിലൊക്കെ നിന്നാൽ പോലും ഞാൻ പറിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ച് വളർത്തും. 2 കളറുണ്ടേ. ഇത് നല്ല രസമാണ്. നല്ല ഹാർട്ട് ഷേപ്പിൽ നല്ല രസമാണ് കാണാൻ. ഇതൊരു ക്രോട്ടൺസ് വെറൈറ്റിയാണേ. സൈഡിലൊരു നല്ല ഡിസൈനാണ് കാണാൻ. ഇതൊരു പുല്ല് തന്നെയാണ്. വലിയ പൊക്കമൊന്നും വെക്കത്തില്ല, ഇങ്ങനെ നിൽക്കും. നല്ല രസമാണ് കാണാൻ. ഇത് സാധാരണ ഒരു ക്രോട്ടൺസ് ചെടിയാണ്. ഇത് എല്ലാവരുടെ വീട്ടിലും മിക്കവാറും വീട്ടിലും കാണും. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, എല്ലാവരുടെ വീട്ടിലും കാണും. ഇത് കണ്ട് കാണും മിക്കവാറും. ഇത് നല്ല റെഡിഷ് ക്രോട്ടൺസ് ആണ്. ഇത് പ്ലാസ്റ്റിക് ഇല പോലെ തന്നെ ഉണ്ട്. നല്ല സൂപ്പർ ഒറിജിനലാണ്. ഇതും ക്രോട്ടൺസിൻ്റെ ഒരു വെറൈറ്റിയാണ്. പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇതും ഒരു ക്രോട്ടൺസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് നല്ല കാണാൻ നല്ല റൗണ്ട് ഇലയായിട്ട് വരും. എല്ലാം മഴയത്ത് പോയി കേട്ടോ. ഇത് സ്നാക്ക് പ്ലാന്റ്. ഇത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താം. എല്ലാവർക്കും അറിയുന്ന ചെടിയാണ്. ഇതൊരു കള്ളി ചെടിയാണ്, മുള്ളൊക്കെ ഉണ്ട്. ഇതും ഞാൻ വെച്ച് വളർത്തുന്നുണ്ട്. ഇത് ചേമ്പിൻ്റെ ഒരു ഡിസൈൻ. നല്ല ഡിസൈനല്ലേ കാണാൻ. ഇപ്പോൾ എല്ലാം പോയിട്ട് ഈ ഒരു ഇലയേ ഉള്ളൂ. എങ്ങനെയും വളർത്തി കൊണ്ടുവരണം. ഈ ചെടിയുടെ 2 സൈസുണ്ട്. ഒന്ന് പിങ്കിഷ് കളറും ഒന്ന് സിൽവർ കളർ പോലെ. വെയിലിൽ നല്ല തിളങ്ങും കേട്ടോ ഈ ഇല. ഇത് ബുദ്ധിക്കുർമ്മയ്ക്ക് ഏറ്റവും നല്ലതാണ്. ചീരച്ചെടിയാണ്. ഇതൊരു ചെടിയാണ്, പേരൊന്നും അറിയത്തില്ല. ഞാൻ ഇച്ചിരി ലെവലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ കളർ കാണാൻ നല്ല ഭംഗിയാണ്. പൊക്കം വെക്കുന്നതോറും നമ്മൾ ലെവലാക്കി കട്ടാക്കണം.